വന്ന ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി പ്രേക്ഷകർ നൽകിയ മറുപടി ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ്. എല്ലാവർക്കും എടുത്തോളൂ കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയെടുക്കുന്നുണ്ട്. ഈ നെവിൻ എന്ന് പറയുന്നവൻ ഇതിനകത്ത് കിടന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇന്നിപ്പോൾ ഫാൻ സോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണ് കൊടുക്കേണ്ടത് ബിഗ് ബോസിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഡ്രാഗൺ ഫ്രൂട്ടാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നെവിൻ വായിക്കണ ഒരു രീതി ഉണ്ട് കേട്ടോ. ഞാനത് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിനകത്ത് കാണിക്കാം. നെവിൻ വായിക്കണ രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ നെവിൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം കുടിക്കണ ആൾക്കാർ, അതായത് നമ്മുടെ ഈ ഓഡിയൻസിന് അത്ര 5 പൈസയ്ക്ക് വില ഇല്ലാത്ത രീതിയിലാണ് നെവിനിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും. അവൻ ആരാണെന്ന അവൻ്റെ വിചാരം? നെവിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അവൻ്റെ അടിമകളാണെന്നാണ് തോന്നുക. ഞാൻ എൻ്റെ അവോക്കാഡോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നല്ല മുഴുത്ത അവോക്കാഡോ തന്നെ അവൻ എടുക്കുന്നുണ്ട്. അവൻ ആ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഒറ്റ മനുഷ്യനും അവൻ്റെ അത്ര തടിച്ചു കൊടുത്തിട്ടില്ല. ഇവൻ ഈ രാത്രി ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു ഗ്രീക്ക് യോഗേർട്ട് ഒറ്റ എല്ലാവർക്കും കിട്ടേണ്ട റേഷനാണത്. ക്യാപ്റ്റൻ തന്നെയാണ് ഈ വക ചെറ്റത്തര അതിനകത്ത് കിടന്ന് കാണിക്കണത്. ഈ ക്യാപ്റ്റനാണ് ഈ നെവിൻ. എന്നിട്ടാണ് ആ ഗ്രീക്ക് യോഗേർട്ട് ആ ചുറ്റുമുള്ള ഒറ്റ ആൾക്കാർക്ക് കൊടുക്കാതെ സ്വയം കഴിച്ചിരിക്കുക. ഇത്രയും വേസ്റ്റ് വല്ല ചെന്നായകൾക്ക് വരെ അപമാനമാണ് ഇവനൊരു ചെന്നായിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴുതപ്പുലി ബാക്കിയുള്ളവർ തിന്നതിൻ്റെ അവശിഷ്ടമാണ് വെച്ചാൽ അവൻ തിന്നും. വെറും ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ താഴെ കൃമിയാണ് അവൻ. അത്രയും വേസ്റ്റ് ആയിട്ടാണ് അവൻ അവിടെ പെരുമാറുന്നതും അവൻ്റെ രീതിയും അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ. നമ്മളൊക്കെ വെറും അവൻ്റെ വേലക്കാരായിട്ടാണ് ഈ ഓഡിയൻസിനെ തന്നെ അവൻ കാണുന്നത്. നമ്മളൊക്കെ എന്തിനാ അവൻ ഇത്രയും കാലം വോട്ട് ചെയ്തത്? നമുക്ക് തന്നെ എത്രയോ വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അവൻ നല്ലൊരു മനുഷ്യരാണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴല്ല ഇവൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നത്. ലാസ്റ്റ് വീക്കൊക്കെ ആവാറായല്ലോ. അപ്പം ഇനി തനി സ്വഭാവം പുറത്തെടിയിക്കാം. അതാണ് ഇപ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള ആറ്റിറ്റ്യൂഡ് പുറത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു എന്താ പറയുക, അവിടെ ഉള്ള ഒറ്റ ആണുങ്ങൾക്കും ഈ വക സ്വഭാവം ഇല്ല. ഇത്രയും ചെറ്റ സ്വഭാവം, ഒരു എത്തിക്സും ഇല്ലാത്തൊരു സ്വഭാവം. നാളെ ഇവൻ ഒരാളെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നാളെ അവൻ ഒരാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ കൂളായിട്ട് അവൻ നടക്കും. ഭയങ്കര കോൺഫിഡൻസ് കൂടിയിട്ട് അവൻ ചെയ്ത ആ ഒരു തെറ്റ് ശരിയാണെന്നുള്ള രീതിയിൽ. ഇതാണ് ഏറ്റവും സൈക്കോപ്പത്തിക് ആയിട്ടുള്ളൊരു സ്വഭാവമാണിത്. അവനവൻ ചെയ്ത തെറ്റുകൾ വെറും തെറ്റാണെന്ന് അംഗീകരിക്കാതെ അതാണ് ശരിയെന്ന് പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിന് ചുറ്റും. അങ്ങനെയുള്ള ഒരാളാണ് ഈ ക്രിമിനൽസിൻ്റെ കേസിലാണെച്ചാലും അതെ, ക്രിമിനൽസും അങ്ങനെ തന്നെയാണ്. അവർ ചെയ്ത ശരിയിൽ ഒരു പടി പോലും അവർ പിന്നോട്ട് പോവില്ല. അത് സൈക്കോപ്പത്തിക് ആയിട്ടുള്ള ക്രിമിനൽസ് അങ്ങനെ ഉണ്ടാവുക. അല്ലാതെ സാധാരണ ഒരാൾക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഷാനവാസിക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിക്ക് പാനിക് അറ്റാക്ക് ആയിട്ട് അദ്ദേഹം അവിടെ വീഴുണ്ടായി. സോ അങ്ങനെ വീണ സമയത്ത് പോലും അവൻ ഡ്രാമയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആൾ വന്നിട്ടും കൂടെ അവൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുന്ന പോലുള്ള ഒരു ചെറിയ തരത്തിലുള്ള മനസ്താപം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ അന്ന് പോയിട്ട് ഇറങ്ങിപ്പോവാനുള്ള ഷർട്ട് ഇടില്ലായിരുന്നു. ഒരു ചെറിയ തരത്തിൽ പോലും ഉള്ളൊരു മനസ്താപം ഈ വ്യക്തിക്ക്, ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി അല്ല അത്, അങ്ങനെ നമുക്ക് പറയാം, അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ ഒരു സാധനത്തിന് ഉള്ളത്. അപ്പോൾ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ബിഗ് ബോസിന്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കാം. അതുകൊണ്ടാവും ബിഗ് ബോസിനെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. എന്തൊരു വൃത്തികെട്ട വ്യക്തിത്വമാണ് ഈ സാധനത്തിനുള്ളത്. അയ്യയ്യേ, ഭയങ്കര ബാഡായിട്ടുള്ളൊരു ബിഹേവിയറാണിത്. ഇന്നിപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഓഡിയൻസിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഫാൻ സോണിൽ വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ എത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഉറക്ക ലിവിങ് ഏരിയയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നിട്ടാണെച്ചാലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം റെസ്പെക്റ്റ് എങ്കിലും തരുമല്ലോ. കാരണം ഇത് ഓഡിയൻസാണ്, നമ്മുടെ വോട്ടാണ് അവർക്ക് വേണ്ടത്. നമ്മളുടെ പോലും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ അവനിപ്പോൾ കിട്ടേണ്ടത് കിട്ടി. ഇനി എന്ത് തോന്നിയ വാസം വേണച്ചാൽ അവൻ മുഴുത്ത ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടാണ് അവൻ ആദ്യം അതാ ചെയ്യുന്നത്. ഈ നാണം കെട്ടവൻ കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരാഴ്ച ഈ നെവിൻ ഒരൊറ്റ ആൾ കാരണം കൊണ്ട് അക്ബർ ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ ആവണത്. ആ അക്ബർ പോലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനായല്ലോ എന്നാണ് വിചാരിക്കുന്നത്. വെരി ഷെയിം ഓൺ യു, ഓൺ 3 of you, വെരി വെരി ഷെയിം ഓൺ 3 of you. ആര്യൻ പോലും ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ ആവുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിസയിൽ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ടോക്സിക് ആയിട്ടുള്ള വിഷം സ്വഭാവമാണ് ഇപ്പം നെവിൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും
മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇവൻ മാറിയിരിക്കും. ജിസേൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ജിസേൽ വക വെച്ച് കൊടുക്കും, എന്നിട്ട് അവൾ മാറിപ്പോയിരുന്നു ബാക്കിയുള്ളവരെ തമ്മിലടുപ്പിക്കും. ഇതേ പരിപാടിയാണ് നെവിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ ആരാ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ആര്യനും അക്ബറുമാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്, നൂറയുടെ കൂടെയും അനുമോളുടെ കൂടെയും ഫൈറ്റ് ചെയ്യാൻ. നെവിൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ദൂരത്ത് മാറിയിരിക്കും. ഈ പെൺകുട്ടികൾക്ക് നെവിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, കാരണം അത്രയും വൃത്തികെട്ടൊരു ചെന്നായയുടെ മുന്നിൽ എങ്ങനെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും? ഈ പെൺകുട്ടികൾക്ക് അത്രയും ബാഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ഈ നെവിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ. അതെനിക്ക് പറയാൻ വാക്കുകളില്ല ഇനി ഇയാളെ പറ്റിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ പുറത്താക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണണം ബിഗ് ബോസ്.